ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കുറേ ദിവസമായി നമ്മളൊരു ഷോറൂം വിസിറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്. ഷോറൂമിലൊക്കെ വന്നിട്ടുണ്ട്, അവിടെ നിന്ന് വണ്ടികളൊക്കെ ചില റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതല്ല, നമ്മൾ ഷോറൂമിൽ വന്നിട്ട് വണ്ടികളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൈസും അതിൻ്റെ EMI ഡീറ്റെയിലൊക്കെ എടുത്തിട്ട് കുറേ ദിവസമായി, 8 മാസമായെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് റോയൽ എൻഫീൽഡ് ഷോറൂമാണ്, നമ്മുടെ ട്രിവാൻഡ്രത്ത് കൈമനത്തുള്ള ശിവജി മോട്ടോർസ് ഷോറൂമിലാണ്. അപ്പോൾ ഇന്ന് നമുക്ക് റോയൽ എൻഫീൽഡ് സെഗ്മെൻറ്റ്സ് വണ്ടികളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൈസ് ഡീറ്റെയിൽ എന്താണ്, അതിൻ്റെ EMI ഡീറ്റെയിൽ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. യെസ്, അപ്പോൾ നമുക്ക് നമ്മുടെ ബുള്ളറ്റ് 350 മോഡൽസിൽ നിന്ന് തന്നെ ഇന്നത്തെ പ്രൈസ് ഡീറ്റെയിൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ രണ്ട് കാര്യം ആദ്യമേ പറയാം. ഒന്ന്, നമ്മുടെ ഷോറൂമിലെ എല്ലാ മോഡൽസും ഡിസ്പ്ലേ ചെയ്തിട്ടില്ല, ചില മോഡൽസിൻ്റെ അവൈലബിലിറ്റി കുറവുണ്ട്. പിന്നെ അതുപോലെ തന്നെ എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ പ്രൈസ് ഡീറ്റെയിൽസ് ബേസ് മോഡൽ ടോപ്പ് മോഡൽസ് വരെയുള്ള വണ്ടികളുടെ പ്രൈസ് ഡീറ്റെയിൽ പറയും, പക്ഷേ EMI ഡീറ്റെയിൽ പറയുന്നത് ടോപ്പ് വേരിയൻറ്റിൻ്റെ മാത്രമായിരിക്കും കേട്ടോ. അപ്പോൾ അതായിരിക്കും നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും. അപ്പം ടോപ്പ് വേരിയൻറ്റിൻ്റെ EMI ഡീറ്റെയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് മോഡൽ ഇറക്കണം എന്നുള്ളവർക്ക് അത് ഏകദേശം ഇത്ര രൂപയ്ക്ക് അടച്ചാൽ മതിയുള്ള ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ബുള്ളറ്റ് 350 വരുമ്പോഴത്തേക്കും നമുക്ക് 1,75,560 രൂപയിൽ തുടങ്ങി 2,18,000 രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. ഓൺ റോഡ് പ്രൈസ് ഡീറ്റെയിൽ നോക്കുകയാണെങ്കിൽ 2,13,000 രൂപയിൽ തുടങ്ങി 2,75,000 രൂപ വരെ നമുക്ക് ബുള്ളറ്റ് 350 ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. അപ്പോൾ ബുള്ളറ്റ് 350 ഇറക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഡൗൺ പേയ്മെൻറ്റ് ജസ്റ്റ് 20,000 20,000 രൂപ അടച്ചാൽ മതി. 20,000 രൂപ അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ 6,500 വെച്ചിട്ട് 5 വർഷത്തേക്ക് EMI വരും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ക്ലാസിക് 350 സെഗ്മെൻറ്റ്സിലോട്ട് വരാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില മോഡൽസിൻ്റെ അവൈലബിലിറ്റി ഇവിടെ കുറവാണ്, കാരണം ഡിസ്പ്ലേ ചെയ്തേക്കുന്ന കാര്യത്തിൽ. അപ്പോൾ ഇപ്പോൾ നമ്മളടുത്തുള്ള ഗോവൻ ക്ലാസിക് 350 ആണ്, പക്ഷേ ഇതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് രണ്ടത് പറയാം. ആദ്യം നോർമൽ ക്ലാസിക് 350 സെഗ്മെൻറ്റ്സിൻ്റെ പറയാം. സിംഗിൾ ചാനൽ ABS മുതൽ ഡുവൽ ചാനൽ ABS വരെയുള്ള മോഡൽസിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ക്ലാസിക് 350 മോഡൽസിൻ്റെ എക്സ്ഷോറൂം സ്റ്റാർട്ടാകുന്ന 1,95,000 രൂപയിൽ തുടങ്ങി 2,32,000 രൂപ എക്സ്ഷോറൂം വരുന്നുണ്ട് കേട്ടോ. ഓൺ റോഡിംഗ് പ്രൈസ് വരുമ്പോൾ 2,36,000 രൂപയിൽ തുടങ്ങി 2,93,000 രൂപ ഓൺ റോഡിംഗ് പ്രൈസ് വരുന്നുണ്ട്. സോ നമ്മുടെ ക്ലാസിക് 350 മോഡൽസ് ഇറക്കാനായിട്ട് 30,000 രൂപയാണ് ഡൗൺ പേയ്മെൻറ്റ് വരുന്നത്. 6,800 വെച്ചിട്ട് 5 വർഷത്തേക്ക് അടവ് വരും. യെസ്, നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ഈ ഗോവൻ ക്ലാസിക്കിൻ്റെ ഡീറ്റെയിൽ നോക്കാം. ഇതും ക്ലാസിക് 350 സെഗ്മെൻറ്റ്സിലാണെങ്കിലും ഇത് സെപ്പറേറ്റ് ഒരു മോഡലാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഇത് സെപ്പറേറ്റ് ആയിട്ട് പറയുന്നത്. ഗോവൻ ക്ലാസിക് 350 വരുമ്പോഴത്തേക്കും നമുക്ക് 2,30,000 രൂപയിൽ തുടങ്ങി 2,38,000 രൂപ എക്സ്ഷോറൂം പ്രൈസ് വരുന്നുണ്ട്. 2,96,000 രൂപ തുടങ്ങി 2,99,000 രൂപ ഓൺ റോഡിംഗ് പ്രൈസ് വരുന്നുണ്ട്. സോ നമുക്ക് ഗോവൻ ക്ലാസിക് ഇറക്കണമെന്നുണ്ടെങ്കിലും സെയിം നേരത്തെ പറഞ്ഞ പോലെ 30,000 30,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് 6,950 വെച്ച് 5 വർഷത്തേക്ക് EMI വരും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഹണ്ടർ 350 ആണ് കേട്ടോ. അപ്പോൾ ഹണ്ടർ മോഡൽ ഇവിടെ ഡിസ്പ്ലേ ഇപ്പോൾ നിലവിൽ ചെയ്തിട്ടില്ല. ഹണ്ടറിൻ്റെ ചേട്ടനെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഗർല 450 മാത്രം ഓടിയിട്ടുള്ളൂ. നമുക്ക് അതിൻ്റെ ഡീറ്റെയിലോട്ട് പിന്നീട് വരാം. അപ്പോൾ നമുക്ക് ഹണ്ടറിൻ്റെ ഡീറ്റെയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ഷോറൂം വരുന്നത് 1,49,000 രൂപയിൽ തുടങ്ങി 1,74,000 രൂപ വരെ എക്സ്ഷോറൂം വരുന്നുണ്ട് കേട്ടോ. ഓൺ റോഡിംഗ് പ്രൈസ് വരുമ്പം 1,83,000 രൂപയിൽ തുടങ്ങി 2,12,000 രൂപ വരെയാണ് ഓൺ റോഡിംഗ് പ്രൈസ് വരുന്നത്. അപ്പോൾ നമുക്ക് ഹണ്ടർ 350 ഇറക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് 20,000 രൂപയാണ്. അതിനും ഡൗൺ പേയ്മെൻറ്റ് 20 അടച്ചാൽ മതി. 20 അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ 4,900 വെച്ചിട്ട് 5 വർഷത്തേക്ക് നമുക്ക് EMI വരും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ഗർല 450 എന്ന് പറയുന്ന മോഡലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മോഡലാണ് കേട്ടോ, ഇപ്പം നിലവിലുള്ള ഇതിൽ റോയൽ എൻഫീൽഡ് സെഗ്മെൻറ്റ്സിൽ. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ പ്രൈസ് ഡീറ്റെയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2,39,000 രൂപയിൽ തുടങ്ങി 2,54,000 രൂപ വരെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നുണ്ട്. ഓൺ റോഡിംഗ് പ്രൈസ് ഡീറ്റെയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3,10,000 രൂപയിൽ തുടങ്ങി 3,28,000 രൂപ വരെയാണ് ഇതിൻ്റെ ഓൺ റോഡിംഗ് പ്രൈസ് വരുന്നത് നമ്മുടെ ഈ ഗർല 450. അപ്പോൾ നമുക്ക് ഈ ഒരു മോഡൽ ഇറക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് നിലവിൽ കൊടുത്തിട്ടുള്ളത് 50,000 രൂപയാണ്. 50,000 രൂപ IP എമൗണ്ട് അടയ്ക്കുകയാണെങ്കിൽ 7,200 വെച്ചിട്ട് 5 വർഷത്തേക്കായിരിക്കും നമുക്ക് ഇതിന് അടവ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് നമ്മുടെ മെറ്റിയോർ 350 മോഡലാണ് കേട്ടോ. അപ്പോൾ മെറ്റിയോർ 350 എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് മെറ്റിയോർ 350 അല്ല, ഇത് നമ്മുടെ ബുള്ളറ്റ് 350 ആണ്. ആ വണ്ടി നമുക്കിപ്പോൾ നിലവിലൂടെ ഡിസ്പ്ലേ ചെയ്തിട്ടില്ല, പക്ഷേ സൂപ്പർ മെറ്റിയോർ ഉണ്ട്, പക്ഷേ അത് സെപ്പറേറ്റ് ഒരു മോഡലാണ്. നമുക്ക് അതിൻ്റെ അടുത്ത് വെച്ചിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽ പറയേണ്ട. മെറ്റിയോർ 350യുടെ ഡീറ്റെയിൽ ഈ ഒരു 350 വണ്ടി തന്നെ പറയാം. അപ്പോൾ മെറ്റിയോർ 350 വരുമ്പോഴത്തേക്കും നമുക്ക് 1,99,000 രൂപയിൽ തുടങ്ങിയിട്ട് 2,32,000 രൂപ വരെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നുണ്ട്. ഓൺ റോഡിംഗ് പ്രൈസ് നോക്കുവാണെങ്കിൽ 2,41,000 രൂപയിൽ തുടങ്ങി 2,93,000 രൂപയാണ് നമുക്ക് മെറ്റിയോർ 350യുടെ ഓൺ റോഡിംഗ് പ്രൈസ് വരുന്നത്. മെറ്റിയോർ 350 നമുക്ക് ഇറക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് നിലവിൽ 30,000 രൂപ അടച്ചാൽ മതി കേട്ടോ. 30,000 രൂപ അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 6,800 വെച്ചിട്ടായിരിക്കും 5 വർഷത്തേക്ക് EMI വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഹിമാലയൻ 450 എന്ന് പറഞ്ഞ മോഡലാണ്. സോ ആ മോഡൽ നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടില്ല. സോ നമുക്ക് 450 സീരീസിൽ വരുന്ന മറ്റൊരു വണ്ടിയാണ് ഇതായിരിക്കുന്നത്, നമ്മുടെ ഗർല 450. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഹിമാലയത്തിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞു. അപ്പം ഹിമാലയൻ 450 വരുമ്പോഴത്തേക്കും
2,85,000 രൂപയിൽ തുടങ്ങി 2,98,000 രൂപയാണ് എക്സ്ഷോറും വരുന്നത് കേട്ടോ. 3,66,000 രൂപ തുടങ്ങി 3,82,000 രൂപ വരെ ഓൺ റോഡിങ് പ്രൈസ് വരുന്നുണ്ട് നമ്മുടെ ഹിമാലയൻ 450ക്ക്. അപ്പോൾ നമുക്ക് ഹിമാലയൻ 450 ഇറക്കണമെന്നുണ്ടെങ്കിൽ നിലവിലത്തെ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തിരിക്കുന്ന 50,000 രൂപയാണ്. സോ 50,000 രൂപ അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 8,500 വെച്ചിട്ടായിരിക്കും 5 വർഷത്തേക്ക് EMI വരുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സ്ക്രാം 440. ആ മോഡൽ നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടില്ല, സോ ഞാൻ ഡീറ്റെയിൽ പറഞ്ഞുതരാം. നമുക്ക് സ്ക്രാം 440 വരുമ്പോഴത്തേക്കും 1,99,000 രൂപയിൽ തുടങ്ങി 2,15,000 രൂപ വരെ എക്സ്ഷോറും പ്രൈസ് വരുന്നുണ്ട് കേട്ടോ. ഓൺ റോഡിങ് പ്രൈസ് നോക്കുവാണെങ്കിൽ 2,50,000 രൂപയിൽ തുടങ്ങി 2,80,000 രൂപയാണ് സ്ക്രാം 440ക്ക് ഓൺ റോഡിങ് പ്രൈസ് വരുന്നത്. അപ്പോൾ നമുക്ക് സ്ക്രാം 440 ഇറക്കണമെന്നുണ്ടെങ്കിൽ 30,000 രൂപയാണ് ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ്. 6,400 വെച്ച് 5 വർഷത്തേക്ക് EMI വരും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് റീസെൻ്റ്ലി റോയൽ എൻഫീൽഡ് പുറത്തിറക്കിയ നമ്മുടെ ക്ലാസിക് 650. സത്യം പറഞ്ഞാൽ വണ്ടി ഇന്നലെ വരെ ഇവിടെ ഷോറൂമിൽ അവർ ഡിസ്പ്ലേ ചെയ്തതാണ് കേട്ടോ. ഇന്ന് ഒരു വണ്ടി എടുത്ത് മാറ്റി എന്ത് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് ഇതും ആ ഡീറ്റെയിൽ നമ്മുടെ ഈ ഒരു ഗോവൻ ക്ലാസിക്കിൻ്റെ ഫ്രണ്ടിൽ തന്നെ പറയാം. അപ്പോൾ നമ്മുടെ ക്ലാസിക് 650 വരുമ്പോഴത്തേക്കും നമുക്ക് പ്രൈസ് വരുന്നത് 3,36,000 രൂപയിൽ തുടങ്ങി 3,49,000 രൂപയാണ് നമ്മുടെ ക്ലാസിക് 650യുടെ എക്സ്ഷോറും വരുന്നത്. ഓൺ റോഡിങ് പ്രൈസ് നോക്കുവാണെങ്കിൽ 4,29,000 രൂപയിൽ തുടങ്ങി 4,45,000 രൂപയാണ് ക്ലാസിക് 650യുടെ ഓൺ റോഡിങ് പ്രൈസ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു മോഡൽ ക്ലാസിക് 50 ഇറക്കണം എന്നുണ്ടെങ്കിൽ 1,00,000 രൂപയാണ് ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ്. 8,900 വെച്ചിട്ടായിരിക്കും 5 വർഷത്തേക്ക് നമ്മുടെ ക്ലാസിക് 650യുടെ EMI വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ട മോഡൽ എന്ന് പറയുന്നത് ഇൻ്റർസെപ്റ്റർ ആൻഡ് GT മോഡൽസാണ് കേട്ടോ. അപ്പം ഫസ്റ്റ് നമുക്ക് ഈ ഇൻ്റർസെപ്റ്റർ മോഡലാണ് പേരിപ്പോൾ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞു പോകാം. ഇൻ്റർസെപ്റ്റർ വരുമ്പോഴത്തേക്കും നമുക്ക് 3,06,000 രൂപ തുടങ്ങി 3,34,000 രൂപ എക്സ്ഷോറും വരുന്നുണ്ട്. 3,92,000 രൂപ തുടങ്ങി 4,27,000 രൂപ വരെയാണ് നമുക്ക് ഇൻ്റർസെപ്റ്ററിൻ്റെ ഓൺ റോഡിങ് പ്രൈസ് വരുന്നത്. ഇതിനും 1,00,000 രൂപ വരെ നമുക്ക് ഡൗൺ പേയ്മെൻറ്റ് വരും. 8,450 വെച്ചിട്ടായിരിക്കും 5 വർഷത്തേക്ക് വരുന്നത്. നേരെ നമ്മുടെ GT സെഗ്മെൻറ്റിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3,22,000 രൂപ തുടങ്ങി 3,48,000 രൂപ വരെ എക്സ്ഷോറും വരുന്നുണ്ട്. 4,12,000 രൂപ തുടങ്ങി 4,44,000 രൂപ വരെ ഓൺ റോഡിങ് പ്രൈസ് വരുന്നുണ്ട്. അപ്പോൾ GT നമുക്ക് ഇറക്കണമെങ്കിലും സെയിം അതേ 1 lakh തന്നെയാണ് ഡൗൺ പേയ്മെൻറ്റ്. 8,800 വെച്ചിട്ടായിരിക്കും 5 വർഷത്തേക്ക് അടവ് വരുന്നത്. നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ട ഇൻ്റർസെപ്റ്റർ ബെയർ 650. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ഇൻ്റർസെപ്റ്റർ ബെയർ 650യുടെ ഡീറ്റെയിൽ നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു മോഡലിൻ്റെ എക്സ്ഷോറും വരുന്നത് 3,42,900 രൂപയിൽ തുടങ്ങി 3,63,000 രൂപയാണ് എക്സ്ഷോറും വരുന്നത് ബെയർ 650ക്ക്. ഇതിൻ്റെ ഓൺ റോഡിങ് പ്രൈസ് വരുന്നത് 4,36,000 രൂപ തുടങ്ങി 4,61,000 രൂപയാണ് നമുക്ക് ഇതിൻ്റെ ഓൺ റോഡിങ് പ്രൈസ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബെയർ 650 ഇറക്കണമെന്നുണ്ടെങ്കിൽ ഡൗൺ പേയ്മെൻറ്റ് വരുന്ന 1 lakh ആണ്. 1,00,000 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് 9,200 വെച്ചിട്ടായിരിക്കും 5 വർഷത്തേക്ക് EMI വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ട മോഡൽ സൂപ്പർ മെറ്റിയോറാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടി നമ്മൾ നേരത്തെ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ടൂറിംഗ് സെറ്റോട് വരുന്ന ഫുൾ ഓപ്ഷൻ മോഡലാണ് നമ്മുടെ ഈ സൂപ്പർ മെറ്റിയോറിൻ്റെ. അപ്പം സൂപ്പർ മെറ്റിയോറിൻ്റെ ഡീറ്റെയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3,68,000 രൂപയിൽ തുടങ്ങി 3,98,000 രൂപയാണ് എക്സ്ഷോറും വരുന്നത്. ഓൺ റോഡിങ് പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4,67,000 രൂപയിൽ തുടങ്ങി 5,05,000 രൂപ വരെ സൂപ്പർ മെറ്റിയോർ മോഡൽസിന് ഓൺ റോഡിങ് പ്രൈസ് വരുന്നുണ്ട് കേട്ടോ. 5,05,000 രൂപ വരെ. അപ്പോൾ നമുക്ക് സൂപ്പർ മെറ്റിയോർ ഇറക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് 1,00,000 രൂപയെങ്കിലും അടയ്ക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 10,500 വെച്ചിട്ടൊക്കെ ആയിരിക്കും അടവ് വരുന്ന 5 വർഷത്തേക്ക്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമുക്ക് നോക്കാനുള്ളത് ഷോർട്ട് ഗൺ എന്ന് പറയുന്ന മോഡലാണ്. ഷോർട്ട് ഗൺ 650. പക്ഷേ ഈ വണ്ടി ഞാൻ ഇതുവരെ ഈ ഷോറൂമിൽ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷേ 2-3 തവണ ഡിസ്പ്ലേ ഉണ്ടായിരുന്നു പറഞ്ഞു കേട്ടോ. പക്ഷേ ഞാൻ ശ്രദ്ധിക്കാത്തതാണ്. ഭാഗ്യം വെച്ചാൽ ഇന്നും ആ വണ്ടി നമുക്ക് കാണാനായിട്ട് കിട്ടിയിട്ടില്ല. മിക്ക ഷോറൂമിലും ആ വണ്ടി ഡിസ്പ്ലേ ചെയ്യുന്ന കുറവാണ്. കസ്റ്റമറിൻ്റെ ബുക്കിംഗ് അനുസരിച്ചാണ് എടുത്ത് കൊടുക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ഷോർട്ട് ഗണ്ണിൻ്റെ ഡീറ്റെയിൽ നോക്കാം. ഷോർട്ട് ഗൺ വരുമ്പോഴത്തേക്കും 3,63,000 രൂപ തുടങ്ങി 3,77,000 രൂപയാണ് എക്സ്ഷോറും വരുന്നത്. 4,62,000 രൂപ തുടങ്ങി 4,78,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഷോർട്ട് ഗൺ. അപ്പോൾ ഷോർട്ട് ഗൺ ഇറക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് 1,00,000 തന്നെയാണ് ഡൗൺ പേയ്മെൻറ്റ് വരുന്നത്. 9,600 വെച്ചിട്ടായിരിക്കും നമുക്ക് 5 വർഷത്തേക്ക് EMI വരുന്നത് ഷോർട്ട് ഗൺ. അപ്പോൾ ഏകദേശം 10-15ഓളം മോഡൽസ് നമ്മളിന്ന് ഡീറ്റെയിൽസ് നോക്കി കഴിഞ്ഞു നമ്മുടെ റോയൽ എൻഫീൽഡ് സെഗ്മെൻറ്റ്സ് വണ്ടികളുടെ. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൈസ് ഡീറ്റെയിലാണ് നോക്കിയത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള EMI ഡീറ്റെയിൽസ് നമ്മൾ നോക്കിയത് ചോള ഫിനാൻസിൻ്റെ സ്കീമാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു ഷോറൂം വിസിറ്റ് വീഡിയോ നമുക്ക് ഉടനെ ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.